ിരിക്കുന്ന അത്യുന്നതരായ ബഹുമാന്യരെ, എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ സലിയപ്പനെ കുറിച്ച്, ഞാൻ സലിയപ്പൻ എന്നാണ് വിളിക്കുന്നത്, സലിയപ്പനെ കുറിച്ച് പറയാനുണ്ടാവും. എനിക്ക് എൻ്റെ ചില ഓർമ്മകൾ മാത്രം പങ്കുവച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുകയാണ്. കാരണം തൽക്കാലത്തേക്കെന്ന് പറയുന്നതുകൊണ്ട് മറ്റൊന്നുമല്ല, ഞാൻ ഈ നോർത്ത് പറവൂർകാരൻ തന്നെയാണ്, എല്ലാവർക്കും അറിയാം, പുത്തമ്പേലിക്കരക്കാരനാണ്. അദ്ദേഹത്തിനെ ചിതയിലേക്ക് വെക്കുമ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാനാവാതെ നാദർഷികയുടെ അടുത്ത് ഞാൻ കരഞ്ഞപ്പോൾ പലരും ട്രോളി. എന്താണ് ഞാനും സലിയപ്പനും തമ്മിലുള്ള ബന്ധമെന്ന് വളരെ അടുത്തറിയാവുന്ന ആൾക്കാർ വേദിയിലുണ്ട്. സലിയപ്പനോളം തന്നെ ബന്ധമുള്ള, എനിക്ക് അടുപ്പമുള്ള ശ്രീ കെ എസ് പ്രസാദും അതുപോലെ തന്നെ ഡയാന സിൽവസ്റ്ററും പ്രിയങ്കയും നാദർഷിയും ഷാജോണൊക്കെ, ഈ പറയുന്ന ആൾക്കാരൊക്കെ പരിചയപ്പെടുന്നതിന് മുമ്പുള്ള പരിചയമാണ് എൻ്റെ. ഒന്ന്, ഞാൻ പുത്തമ്പേലിക്കരക്കാരനാണ്. അദ്ദേഹം കോളേജിൽ എന്നേക്കാൾ പ്രായമുണ്ടെങ്കിലും ജൂനിയറായിട്ടാണ് വന്നത്. അദ്ദേഹം ജോലി എടുത്തതിന് ശേഷമാണ് പഠിക്കാൻ വന്നത്. സാധാരണ പഠിച്ചതിന് ശേഷമാണ് ജോലിക്ക് പോകുന്നത്. വന്ന ഉടനെ തന്നെ ഞങ്ങൾ തമ്മിലൊരു ആത്മബന്ധം ഉണ്ടാവുന്നത് ഒന്ന് മിമിക്രിക്കാരെന്നുള്ള നിലയിൽ. പിന്നെ ഞാൻ മഹാരാജാസിലെ ശക്തനായ മുഴുവൻ സമയ KSU പ്രവർത്തകനായിരുന്നു. അപ്പോൾ വൈകിട്ടുള്ള സമയങ്ങളിൽ എൻ്റെ അടുത്ത് വന്നിരിക്കുകയും മഹാരാജാസിൻ്റെ നടുക്കുള്ള ബെഞ്ചിൽ ഒരു 4 മണി 5 മണിയാകുമ്പോഴേ അദ്ദേഹം മറ്റുള്ള പരിപാടികൾ കഴിഞ്ഞിട്ട് കോളേജിൽ എത്താറുള്ളൂ. കോളേജ് പൂട്ടുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വരവ്. അവിടെ ഇരുന്ന് ആ ബീഡിയുടെ മണം കേട്ടുകൊണ്ട് ഒരുപാട് ദിവസങ്ങൾ ഞങ്ങൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, അതായത് രാഷ്ട്രീയത്തെക്കുറിച്ചും അതുപോലെ തന്നെ മിമിക്രിയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമായിരുന്നു. പിന്നീട് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ മത്സരത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയത് ഞാനും പക്രുവും സലീം കുമാറുമാണ്. അതിനുശേഷം അദ്ദേഹം നാദർഷിക്കയുടെ ട്രൂപ്പിലേക്ക് പോവുകയും പിന്നീട് എന്നെ നാദർഷിക്ക മിനി സ്ക്രീനിലേക്ക് പരിചയപ്പെടുത്തുകയും ശേഷം ഡയാന സിൽവസ്റ്ററിൻ്റെ സിനിമയിൽ ഞാൻ ഭാഗമാവുകയും സലീം കുമാർ അവതരിപ്പിച്ച സലാം സലീം, പഴയ റെക്കോർഡ്സ് എടുത്ത് നോക്കിയാൽ കാണാം, ഒരുമിച്ച് പുള്ളിയുടെ ഫസ്റ്റ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുകയും കോർഡിനേറ്ററായിട്ട് നിൽക്കുകയും ചെയ്ത എല്ലാ പരിപാടികളും സൂപ്പർ ഹിറ്റുകളായിരുന്നു. നിങ്ങളുടെയൊക്കെ ഓർമ്മകളിലുണ്ടാവും സലാം സലീം എന്ന് പറയുന്ന പ്രോഗ്രാം. അതിനുശേഷം സിനിമയിലോ അല്ലെങ്കിൽ വിഷ്വലി ഞങ്ങൾ കൂട്ടായ്മയില്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ വിളിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഏടാണ്, എൻ്റെ ജീവിതം തന്നെയാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. ഓരോ ആഴ്ചയും ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു. ലാസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കോമഡി രേഖപ്പെടുത്താത്ത ഒരു കോമഡിയാണ്. കാരണം ഞാൻ ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് വീട്ടിൽ. അപ്പോൾ എന്നോട് വിളിച്ച് ചോദിച്ചു, നീ ഔഷധ കൃഷികളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ? ആ, എന്തിനാണത്? അല്ല, ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല. തലവേദനയോ വയറുവേദനയൊക്കെ വരികയാണെങ്കിൽ നമുക്കിതിട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അസുഖം മാറിക്കിട്ടും. അപ്പം ഇതെങ്ങനെയാണ്? ഞാൻ പറഞ്ഞത്, അത് മേടിച്ച് ഒരു വളമൊക്കെ ഇട്ട് വളർത്തി 1.5 വർഷം കഴിയുമ്പോഴേക്കും 1.5 വർഷം കഴിയുമ്പോഴേ നിന്റെ വയറുവേദനയും പനിയൊക്കെ മാറ്റാൻ പറ്റുള്ളല്ലേ. അതിനും ഭേദം ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങിയാൽ പോരെ, ഇന്ന് തന്നെ നിനക്ക് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു. എന്തങ്ങോട്ട് കൊടുത്താലും തിരിച്ചിങ്ങോട്ട് പറയാനുള്ളൊരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ളൊരു ഹ്യൂമർ സെൻസ്. അതിനേക്കാൾ എന്നെ ദുഃഖിപ്പിച്ചത് മറ്റൊന്നുമല്ല, അടുത്ത ആഴ്ചയാണ് അമ്മയുടെ ജനറൽ ബോഡി. എനിക്ക് വേണ്ടിയിട്ട് ശക്തമായിട്ട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹം നോട്ട് ചെയ്ത് വെച്ചിട്ട് വരാനിരിക്കുകയായിരുന്നു. എൻ്റെ ചിറകാണ് ഒടിഞ്ഞു പോയത്. അമ്മയിലെ പല മെമ്പേഴ്സിനോടും വിളിച്ചു വെച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രസിഡന്റിനോട് വരെ വിളിച്ച് പറഞ്ഞിരുന്നു. അതല്ല എൻ്റെ നഷ്ടമെന്ന് പറയുന്നത്. ഏത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചിട്ട് എന്താണ് പ്രശ്നം, അതിനൊരു 2 പേരുണ്ടായിരുന്നു എനിക്ക് അതിനൊരു കൺക്ലൂഷൻ പറഞ്ഞു വരുന്നത്. ഒന്ന് സിദ്ദിഖായിരുന്നു, ഡയറക്ടർ സിദ്ദിഖ്, അദ്ദേഹം നഷ്ടപ്പെട്ടു പോയി. പിന്നീട് സലീം കുമാറാണ്. അപ്പോൾ ഇനി ഞാൻ ആരോട് ചോദിക്കും? ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാനുള്ള ഒരാളില്ലാതായി പോയി. ആ സലിയപ്പനെ അറിയാവുന്ന ആൾക്കാർ ഇവിടെയുണ്ട്, ഡയാന ഉൾപ്പെടെയുള്ളവർക്ക്. ഡയാനയുടെ കൂടെ ഞാൻ ചേരുമ്പോൾ ഞാനും സലീം കുമാറുമാണ് ഒരുമിച്ച് പോയത്. 10-30 വർഷത്തെ ചരിത്രമാണ്. അതാണ് ഞാൻ പൊട്ടിക്കരഞ്ഞത്. കാരണം എൻ്റെ ജീവിതം തന്നെയാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. പലരും ട്രോളിയിട്ടുണ്ടാവും, പക്ഷേ സ്നേഹമില്ല എന്ന് ബൈബിളിൽ പറയുന്നു. ഞാൻ അത്രയും സ്നേഹിച്ചിട്ടുണ്ട്, എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലും ഞാൻ തന്നെയായിരുന്നു, എന്നെ തന്നെയാണ് വിളിച്ചത്. അദ്ദേഹമല്ല വിളിച്ചത്, വേറെ ഒരാളാണ് വിളിച്ചത്. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, അറിഞ്ഞെത്തുന്നവരാടാ സുഹൃത്തുക്കൾ, പലരെയും വിളിച്ചിരുന്നു, വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ സലിയപ്പൻ എന്ന് പറയുന്ന ഒരാൾ ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിലുണ്ടാവും. കാരണം അത്രയും ഓർമ്മകൾ, പറയാൻ ഒരുപാട് കാര്യങ്ങൾ, തമാശകൾ മാത്രമേ ഓർക്കാനുള്ളൂ. ഒരുപാട് ഓർമ്മകളുണ്ട്. ഭൗതികമായിട്ട് ഹ്യൂമറിനെ എങ്ങനെ കാണണമെന്ന് കണ്ടുപിടിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹമാണ്. നമ്മൾ ചെയ്യുമ്പോൾ വെറും ഒരു തറ കോമഡി അല്ല, ഭൗതികമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു പഠിപ്പിച്ചത്.
സലിയപ്പൻ എന്നും എൻ്റെ മനസ്സിലുണ്ടാവും.